നമുക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലേ? ഇന്ന് നമുക്കൊരു കഥയിൽ തുടങ്ങാം. പണ്ടൊരു ഗ്രാമത്തില് ചെരുപ്പ് കട നടത്തുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണ്. ഒരു ദിവസം അദ്ദേഹം തന്റെ മൂത്ത മകനോട് പറഞ്ഞു, തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിന്റെ പേര് പറഞ്ഞിട്ട്, അവിടെ നീ ഒന്ന് പോയി നോക്ക്, നമുക്ക് നമ്മുടെ ചെരുപ്പിന് എത്രമാത്രം മാർക്കറ്റ് അവിടെ ഉണ്ടെന്ന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞയച്ചു. അവൻ അന്ന് വൈകുന്നേരം തിരിച്ചു വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഒരു കാര്യമില്ല, അവിടെ ആരും ചെരുപ്പ് യൂസ് ചെയ്യുന്നേ ഇല്ല, അതുകൊണ്ട് നമുക്ക് അവിടെ മാർക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വന്നു. പിറ്റേ ദിവസം അച്ഛൻ 2ാമത്തെ മകനെ അതേ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. അപ്പൊ തന്നെ അവൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഒരു ലോറി ചെരുപ്പ് ഇങ്ങോട്ട് ഇറക്കിക്കോ, ഇവിടെ ആരും ചെരുപ്പ് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് വേണ്ട മാർക്കറ്റ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ചെരുപ്പുകൾ വിറ്റുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് എന്ന് പറഞ്ഞു. സീ ദ ഡിഫറൻസ്. ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ഒരേ വാതിൽ 2 തവണ മുട്ടില്ല. നമുക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള സ്വപ്നങ്ങളുണ്ട്. പക്ഷെ അവസരം വരുമ്പോൾ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്താറുണ്ടോ? അതോ അയ്യോ എനിക്കിപ്പോ പറ്റില്ല, എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ ചെയ്യാറുള്ളത്? യഥാർത്ഥത്തില് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ആഗ്രഹം വളരെ കാലമായിട്ട് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഒരു ഭയം എന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് കിട്ടിയ ഓരോ അവസരങ്ങളെയും, അതായത് ഒരു 4 ആൾക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഞാൻ ഗ്രാബ് ചെയ്തു, അല്ലാതെ അത് യൂട്ടിലൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും എന്താ പറയാ, പൂർണ്ണമായും ഭയം മാറി എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിൽ കൂടിയും ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഈ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പം അടുത്ത തവണ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ എത്തുമ്പോൾ അതിനോട് യെസ് ഐ ക്യാൻ എന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അപ്പോൾ ഈ കഥ നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യണേ. താങ്ക് യു.